കൂട്ടുകാരെ, നമുക്കിന്ന് നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളിയായിട്ട് നമ്മളെ സിമ്പിളായിട്ട് അട ഉണ്ടാക്കിയെടുക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതിന് ഞാനിവിടെ 5 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനതിവിടെ 2 കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ പഴം നമുക്കിനി ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലൊരു ഓട്ടമുള്ള പാത്രമുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് പിറക്കി വെക്കാം. അതൊന്ന് ആവിയിലൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മളിതൊരു 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ആവശ്യത്തിനുള്ള വേവ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിനി എടുക്കാം. ഇതിനെ നമുക്ക് എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാറിക്കോട്ട്, അതുവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തേങ്ങയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിന് 2 വല്ലം ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത്. അതിൽ കലർക്കാണ്. കുറച്ച് വെള്ളത്തിൽ ഉരുക്കാം. ഞാനിതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. ഇപ്പം ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ഉരുകി വരട്ടെ. ഇതെന്തിനാ ഉരുക്കണെന്ന് വെച്ചാൽ ശർക്കരയിലെ കല്ലും മണ്ണ് പൊടിയൊക്കെ ഉണ്ടാവും. അത് തരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉരുക്കണത്. ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് തരിച്ചൊഴിക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുന്തിരിയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇതാ മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വരട്ടെ. മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് 2 അച്ച് ശർക്കര എടുത്തിട്ടുള്ള. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും എടുക്കാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചും എടുക്കാം. ഈ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് സൂപ്പറായി വരട്ടെ. തേങ്ങ നല്ല ശർക്കരയാണെങ്കിൽ ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കത്തി കൊണ്ട് കുറേശ്ശെ ചിരണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല തല്ലി പൊടിയായിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തേങ്ങയൊക്കെ നല്ല കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇപ്പം പഴമൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ഉരിച്ച് എടുക്കാം. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ ഉള്ളിലൊരു നാരുണ്ടാവുമല്ലോ, ഒരു നരമ്പ്, അതങ്ങനെ ഇങ്ങനെ കീറിയിട്ട് അതങ്ങ് പൊളിച്ചെടുക്കാം. കണ്ടാ ഈ കറുത്ത കളറ്. ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എടുത്താൽ ഒന്നുകൂടി നമുക്ക് എന്താ പറയുക, ഇതുണ്ടാവില്ല. ഈ കണ്ട കറുത്ത പുള്ളി ഇതും ഉണ്ടാവില്ല, കട്ടിയും ഉണ്ടാവില്ല. പഴത്തിൻ്റെ
നരമ്പുകളൊക്കെ എടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അതിന് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിനി ഇതിൽ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് കൊടുക്കാം. ഈ പഴം ചിലവർ മിക്സിയിൽ അടിച്ചിട്ടുണ്ടാക്കാറുണ്ട് കേട്ടോ, പുഴുങ്ങിയിട്ട്. ഇത് നമുക്ക് കുഴച്ച് നോക്കാം അത് മതിയോന്ന്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് പൊടിയിട്ട് ഇനി ഇപ്പം വീണ്ടും 2 ടേബിൾ സ്പൂണ് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴത്തിലുണ്ടാക്കാം കേട്ടോ. അത് നമ്മൾ വേവിക്കുമ്പോൾ ഒന്നുകൂടി ബളബളാന്നുണ്ടാവുമല്ലോ. അതിന് കുറച്ചുകൂടി അരിപ്പൊടി കൂട്ടേണ്ടി വരും. നമ്മളിതിൽ പാകത്തിന് അരിപ്പൊടി കൂട്ടും. അതാവുമ്പോൾ നമ്മൾ അടയ്ക്കുള്ള കട്ടി വരുന്നവരെ അരിപ്പൊടി കൂട്ടേണ്ടി വരും. ഈ പഴമും പൊടിയും നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇത് എങ്ങനെ ഇതിൻ്റെ പരുവ് നോക്കണമെന്ന് പറഞ്ഞാൽ, പഴവും പൊടിയും പാടെ നന്നായിട്ട് മിക്സായിട്ട് നമ്മുടെ കയ്യിൽ ഈ പഴം ഒട്ടുമല്ലോ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതാവും. കണ്ടില്ലേ, ഇപ്പോൾ ഒട്ടിപ്പിടിക്കണില്ല. അതാണ് അതിൻ്റെ പാകം. ഞാനിവിടെ ഈ പഴത്തിന് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പാകമായി. അപ്പോൾ അത്ര പഴുപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്. പിന്നെ പഴം പഴുപ്പിനനുസരിച്ചിട്ടുണ്ടാവും. പഴുപ്പിനനുസരിച്ച് നമ്മൾ വേവിക്കുമ്പോൾ ഒന്നുകൂടി ബളബളാന്ന് വരുമല്ലോ. അപ്പോൾ അത് തീരുന്നവരെ, കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്നത് വരെ പൊടി കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടി വരും. ലാസ്റ്റ് അതിൻ്റെ പാകം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക. അതാണ് അതിൻ്റെ പാകം. ഇത് കണ്ടില്ലേ, ഇതേപോലെ വേണം കുഴയ്ക്കാൻ. കണ്ട, ഇപ്പോൾ കയ്യിൽ ഒട്ടണമൊന്നുമില്ല. കണ്ടില്ലേ. നമുക്കിനി വാഴയിലയിൽ പരത്തി അടയാക്കി എടുക്കാം. വാഴയിലയുടെ മണം വന്നാലാണ് ശരിക്കുള്ള അട ആവണത്. ഏത് അടയ്ക്കും വാഴയില വാട്ടിയിട്ടല്ല, പച്ച വാഴയിലയിൽ ഉണ്ടാക്കണം. ഈ പച്ച ഇലയാവുമ്പോൾ മാവിൻ്റെ കൂടെ ഇരുന്ന് ഇല വാടി അതിൻ്റെ മണം കൂടി അതിൽ കയറി ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇത് ഞാൻ ഇവിടെ ഒരു ഇല വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിൽ കുറച്ച് മാവെടുത്ത് വെക്കാം. ഇതിലിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. കനം കുറച്ച് പരത്തിയാൽ മതിയേ. അപ്പം നമുക്ക് കഴിക്കാൻ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിൽ തേങ്ങ വെച്ച് കൊടുക്കാം. ഇതൊന്ന് പരത്തി സൈഡിൽ പെടാതെ അതിൻ്റെ സെൻറ്ററിൽ മാത്രമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഇതിങ്ങനെ, ഇത് കണ്ടില്ലേ, ഇങ്ങനെ മടക്കുക. നേരെ വന്ന് ഇനി മടക്കുമ്പോൾ ഇതാ ഈ സൈഡ് കണ്ടില്ലേ, ഇതിങ്ങനെ അമർത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഈ സൈഡും ഇതാ ഇതിങ്ങനെ അമർത്തി കൊടുക്കുക. നമ്മൾ ഈ പച്ച ഇലയിൽ ഉണ്ടാക്കുമ്പോൾ ഇല വല്ലാതെ മടക്കിയാൽ കീറിപ്പോവാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് വേണം മടക്കാൻ, പതുക്കുക. അതിന് നമ്മൾ എല്ലാ അടയും പരത്തൽ കഴിഞ്ഞു. ആവി വരുന്ന ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇതൊക്കെ ഇതിൽ നമുക്ക് വെച്ച് കൊടുത്ത് വേവിച്ചിട്ട് എടുക്കാം. മൂടി വെക്കാം. നമുക്കിനി ഇതൊരു 20 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. നമ്മുടെ അട വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നോക്കാം. അയ്യ, നമ്മുടെ പറക്കണ ആവിയിൽ അട മൊത്തം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതെടുത്ത് പാത്രത്തിൽ ഓരോന്നായിട്ട് വെക്കാം. അയ്യ, എന്താ മണം! ഇലയുടെ മണമും പഴത്തിൻ്റെ മണമും
മൂക്കങ്ങ് തുളഞ്ഞു പോകും കേട്ടോ. ഇത് നമുക്കൊന്ന് ചൂടാറിയിട്ട് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അട നന്നായിട്ട് ചൂടാറിയിട്ട് നമുക്ക് പൊളിച്ച് നോക്കാം. അയ്യവാ, കണ്ടില്ലേ? എന്താ മണം, ഇലയുടെ മണമാ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, 2 വശത്തും. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അയ്യവാ, കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ അട റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.